എന്നിട്ട് ഞാൻ നിർത്തി, വണ്ടി അങ്ങ് നിന്നു. പിന്നെ എന്തിനിരുന്ന് കുലുങ്ങുവാ? ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞില്ലയോ അവളെയും കൂട്ടിക്കൊണ്ട് ആശുപത്രി പോണേന്ന്? അന്നേരം നിങ്ങൾക്ക് ഓട്ടോയിലേ പോകും. എടാ എന്റെ ഈ തുണി ഇട്ടോണ്ട് വന്നതെന്ന് നിനക്ക് പിടിച്ചിട്ടില്ല. അതാ കണ്ടോ, നിനക്ക് നിന്റെ ഭാര്യ ഇടുന്നത് പോലെ മറ്റേ പട്ടിവാല് ഇട്ടോണ്ട് വന്നായിരുന്നു നീ, നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടനേമായിരുന്നു. പട്ടിവാലല്ല, പാട്ടിയാല. എന്തോ വാഴയിലാന്ന്. അമ്മൂമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? അമ്മൂമ്മക്ക് എന്റെ ഭാര്യയോട് ഇത്ര ദേഷ്യം എന്തുവാ? നീ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ കട്ടപ്പന ഒരു അപ്പച്ചി ഉണ്ടായിരുന്നു. അവര് മരിച്ചപ്പോ എന്നെ എവിടെ കൊണ്ടുപോയി? എടാ, ഇവരുടെ വായില് പച്ചരിയും കരിക്കും വെള്ളവും വെച്ചു കൊടുത്ത സമയത്ത് ഞാൻ അവിടെ വായും തുറന്നിരിക്കുക. ഇവളെന്റെ വായി വെച്ച് തന്നോ? അമ്മൂമ്മ, അത് വായ്ക്കരി ഇട്ടതാ. അതെന്താ എന്റെ വായിലോട്ട് ഇറങ്ങത്തില്ലയോ എന്നായി ചോദിക്കുന്നത്? അത് തന്നെയല്ല, ഇന്നലെ രാത്രി നീ കിടന്ന് ഉറക്കുമായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് പനി കൂടിയപ്പോ ഇവൾ എന്നോട് പറയാ പാസ്ട്ര മോള് കഴിച്ചാ മതിയെന്ന്. എടാ, എനിക്ക് പനി കൂടിയാ പാസ്ട്ര മോള് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പനി അങ്ങനെ മാറും. പാരസെറ്റാമോള്. ഒരു കാര്യം കൂടെ, ഒരു കുറ്റം കൂടെ ഞാൻ പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് സമാധാനിപ്പിക്കാം. ഇവിടെ എന്തോ കടലയോ കപ്പലണ്ടി ഏതാണ്ട് വറക്കുന്ന ഒരു ആങ്ങളെ ഉണ്ടല്ലോ, അവനിപ്പോ എവിടാ? അവന് കോട്ടയത്ത് പോയി കെട്ടി അവിടെ ആ കിടപ്പ്. കെട്ടി കിടക്കാൻ എന്തോ മഴവെള്ളമാണ്. അമ്മമ്മ അങ്ങോട്ട് പോയി, അവിടെ പോയി ഈ കലക്കെ പോയി. എന്തോ ചെയ്യുമെന്ന് പറ. ഇവരങ്ങോട്ട് രാവിലെ നീ എന്തോ കിടന്ന് തപ്പുവാ? എണ്ണ തീർന്നു. എടാ, നിന്റെ കൂടെ ഒരു വഴിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ ഇത് സംഭവിക്കുമെന്ന്. അതിന് ഞാൻ കരുതി കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. നീ വാ. നീ എന്നെ മോശക്കാരിയാക്കുവന്നോ? ഇതെന്തുവാ? അത് മൊത്തം ഒഴിക്കരുത്, എന്റെ കാലത്തേക്കുന്നത്. 2 തുള്ളി ഒഴിച്ചിട്ട് ബാക്കി ഇനി തരാം. ഇതല്ല, പിന്നെ പെട്രോൾ ഒഴിക്കണം ഈ വണ്ടി. അതെന്റെ കയ്യിലില്ല. അയ്യോ, ഒരു കുപ്പി വേണമല്ല? അത് ശരി, വണ്ടി കേടായി ഇവിടെ കിടക്കുമ്പോ അവന് കുപ്പി വേണം. ആ കുപ്പി അല്ല, പെട്രോൾ മേടിക്കാൻ ഒരു കാലു കുപ്പി വേണം. അത് ഞാൻ കൊണ്ട് തരണോന്ന് ആ ചോദ്യം? ഞാൻ പോയി എടുത്തോളാം. മനസ്സിലായോ? ഇവിടെ അടങ്ങിയിരിക്കണം കേട്ടാ. അതെന്താ അപ്പുവാ കിടന്നു? ഫോണൊന്നും ഇല്ലല്ലോ കൈ. എടാ, പണ്ടെങ്ങാണ്ടൊരു സംഭവം നടന്നു. അത് നടന്നു. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നാട്ടുകാരും പറഞ്ഞ് വീട്ടുകാരും പറഞ്ഞ് അത് സോൾവ് ചെയ്തതാ. വീണ്ടും ഇവൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? എന്ത് വലയോടോട്ടൊന്ന് കിടക്കാം, എന്റെ നടു തീരെ വയ്യ. ഇത് കുഴപ്പമില്ല. മാസം വന്നു ചേർന്നാൽ പാനുമാതേ ഞാൻ സ്വന്തമാക്കും. ചിങ്ങമാസം പാനുമതിയില്ലേ കിടക്കുന്നത്? മീശമാസം സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹിച്ച അവൾ ഇളി കിടക്കുന്ന കറുത്ത ചരട് കട്ട് ചെയ്യണമെന്ന്. ആരാ? ഞാൻ അടിയേ. പൊടിയും കൊച്ചാട്ടനോ? ഞാൻ ഓർത്ത് ഒച്ച അഴഞ്ഞു പോവായിരിക്കും. എന്തുവാ? മീശമാസം സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ദിലീപേ ഈ കാവ്യമാധവന്റെ ഇളി കിടക്കുന്നേ അരിഞ്ഞാളും കടിച്ചെടുക്കത്തില്ലയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അതുപോലെ എനിക്ക് നിന്റെ ഇളി കിടക്കുന്ന കറുത്ത ചരട് കടിച്ചെടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തോ ആഗ്രഹങ്ങളൊക്കെ ഈ വയസ്സാം കാലത്ത്. എന്റെ ആഗ്രഹമല്ലേ, ഒന്ന് സാധിച്ചതാടി തരാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കൊച്ചുമോന് പെട്രോളോ മണ്ണെണ്ണ ഏതാണ്ട് വാങ്ങിക്കാൻ പോയിരിക്കുക. അവൻ വരുന്നതിന് മുമ്പ് ഇത് ചെയ്തോണം. വേറൊരു കാര്യമുണ്ട്. അവനെ ഇവിടെ ഇങ്ങനെ തേക്കത്തില്ലയോ, ഇങ്ങനെ മയിൽപ്പീലി വെച്ച് മാധവന്റെ ആ സിനിമയ്ക്കകത്ത് അത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞോ നീ ഇപ്പൊ ഈ വഴി വന്ന് കിടപ്പുണ്ടെന്ന്? അത് കൊള്ളാം. ഒരു കാര്യം ചെയ്, ഞാൻ ചേമ്പല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെയ്തു. അവൻ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. ഈ പല്ല് വെച്ചു കറക്കി മുച്ചാൻ പറ്റത്തില്ലല്ലോ. വാൻ തുറന്നേ. കൊള്ളാം. ഇത് വെച്ചാണോ കടിച്ചു പൊട്ടിക്കുന്നത്? വണ്ടിക്കകത്ത് വല്ലതും പിച്ചാത്തി ഉണ്ടോ? ആ വണ്ടിക്കകത്ത് വല്ലതും അവന്റെ പിച്ചാത്തി എന്തെങ്കിലും കാണും. ഇടത്തും വലത്തും ഒന്ന് നോക്കിക്കോണം. അവൻ വരുന്നുണ്ടോ ഒന്ന് നോക്കിക്കോണേ. കിട്ടി. ഞാൻ ചേമ്പല വെച്ചേ ഞാൻ കണ്ണടച്ച് കിടക്കാമേ. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അങ്ങ് സാധിച്ചതങ്ങ്. അയ്യോ, തീർന്നോ? കഴിഞ്ഞു. നീ എഴുന്നേക്കാമേ. എഴുന്നേറ്റോടിയേ. അയ്യോ, എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ ചെയ്യണോ. ആണോ? സെയിം പിച്ചാന്നോ? എന്റെ തൊഴിൽ പിടിച്ച് വലിക്കരുത്. റബ്ബർ വാങ്ങി വന്ന് അടിക്കുന്നവന്റെ കൂട്ടം അടിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്തോ വേദനയാണെന്നറിയാമോ? ഒച്ചാട്ടാ, ആകെപ്പാടെ വിഷയമായിരിക്കുക. എന്തോടി?
നിങ്ങളെ ഫോട്ടോ എടുത്ത് അയക്കുന്ന കാര്യം. ഓ അതോ, അതെന്തുവായിരുന്നടി? ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്ത് വീട്ടിൽ അയക്കരുത്. അത് പിടിക്കപ്പെട്ടു. അന്ന് തൊട്ടാ നിങ്ങളുടെ വിളി മുടങ്ങിയത്. ഏത് ഫോട്ടോ ആയിരുന്നു അത്? തറേ ഫോൺ വെച്ചിട്ട് അലക്ക് കല്ലേ ഇരുന്നോണ്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കരുതെന്ന് പറഞ്ഞില്ലേ? എല്ലാരും കണ്ടോ അത്? എല്ലാം കണ്ടു പോലും. എല്ലാരും കണ്ടു. അതല്ലേ അത്രയും വിഷയമായത്. ദൈവമേ, ഞാൻ ഇനി ആ പിള്ളേരുടെ മുഖത്ത് എങ്ങനെ നോക്കും അത്? ഞാൻ ആ ഫോട്ടോയിൽ ഒന്നേ നോക്കിയുള്ളൂ. അറിയാമോ? നീ വന്നേ അടുത്ത. എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. കാലിന് ഭയങ്കര വേദനയായി. കാല് അനക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊടിയൻസേ. എന്നാടി? എൻ്റെ പൊടിയൻസിന്റെ ഈ മുത്തുമണി ഉറങ്ങിയിട്ട് അത്ര നാളായെന്ന് അറിയാമോ? എനിക്കറിയാടി. എന്നെ കാണാത്ത വിഷമം കൊണ്ടില്ല നീ ഉറങ്ങാത്തത്. ഓ, എന്റെ നടുവേദന കൊണ്ട് ഞാൻ ഉറങ്ങാതിരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ നടുവേദനയ്ക്ക് ബെൽറ്റ് ഇടണമെന്ന്? അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കഴുത്തെ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പെടലിക്കുന്ന വേദന കൊണ്ടാണോ? ഇതിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്റെ ദൈവം. ഒരു മാറ്റവും ഇല്ല. അയ്യോ പൊടിയും കൊച്ചാട്ടാ, നിങ്ങളിത് എന്തുവാ കാണിച്ചത്? എന്തോടി? എന്റെ പാവാടയുടെ വള്ളിയാണോ നിങ്ങൾ മുറിച്ചെടുത്തത്? അയ്യോ, അതും കട്ട് ചെയ്തോ? ഇനിയിപ്പോ എന്താ ചെയ്യും? അവനിപ്പം വരും. വന്ന് കണ്ടാൽ അകപ്പാടെ എല്ലാ വിഷയമാവും. ഞാൻ വള്ളി റെഡിയാക്കി തരും. പെട്ടെന്നാട്ടെ. എനിക്ക് നീ അവന്റെ അടിയങ്ങളൊന്നും എനിക്ക് വയ്യ. എന്തോ കാലക്കേടാന്ന് നോക്കാം. ഓരോരോ എന്റെ അമ്മൂമ്മ ആരാ ചാക്കിലിട്ടോണ്ട് പോന്നേ? അമ്മൂമ്മേ, അവൻ വന്നിട്ടുണ്ടോ? ഒളിച്ചോ? കത്തിക്കും. കത്തിക്കരുത്. ഇന്ന് കത്തിക്കും. ഇവിടെ വണ്ടി കത്തിക്കരുതാ പറഞ്ഞേ. നിന്റെ ഉപജീവന മാർഗമായത്. ആ, എന്റെ ഓട്ടോ കത്തിക്കുന്ന കാര്യമല്ല പറഞ്ഞു. പിന്നെ എന്തുവാ? രണ്ടിനെ ഞാൻ മരത്തെ കെട്ടി വെച്ച് ഇന്ന് ഞാൻ തീ കൊടുക്കും. ഞാൻ പറയട്ടെ. എന്തായാലും ഇത്രയൊക്കെ ആയി. ഞായറാഴ്ച വീട്ടിൽ കാണൂടാ. എന്തിനാ? എന്റെ ഒരു 10 കാരണവന്മാരെ അങ്ങോട്ടൊന്ന് പറഞ്ഞുവിടണ ഈ കൊച്ചിനെ ചോദിക്കാൻ. കുഴിമാടത്തിന്നാണോ? ഈ പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര് നീ ഉണ്ടാക്കി വെക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. ഉണ്ടായിരുന്നേ ചേട്ടാ, നിങ്ങൾക്ക് 2 ആമക്കളില്ലയോ? അതെ. അവന്മാർക്ക് വഴി കൊടുന്ന് ഇറങ്ങി നടക്കണ്ടേ? വേസ്റ്റ്. ഇളയ ചടക്കം കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ വയ്യ. അവനെന്തോ ചെയ്തു? അവൻ എന്തോ ചെയ്യുന്നോ? നേരം വെളുത്തു കഴിഞ്ഞാൽ വെള്ളവും കഞ്ചാവും ഓടിച്ച് റോഡിലെല്ലാം കിടന്ന് വഴക്കുണ്ടാക്കി. ഇപ്പൊ നാട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെ മൂത്തവൻ എന്ത്? മൂത്തവനല്ലേ കഴിഞ്ഞ ആഴ്ച വീട് കത്തിച്ചിട്ട് എടുത്ത് കിണറ്റി ചാടി. അതെന്തിനാ? ഫയർഫോഴ്സുകാർ വരുമല്ലോ ഈ തീ അണയ്ക്കാനൊക്കെ ഉണ്ട്. അന്നേരം അവനെ കിണറ്റി അങ്ങനെ രക്ഷിക്കട്ടെ എന്ന്. എന്റെ പൊന്നോ, അത് ഞാൻ വേറെ പരിപാടി കാണിച്ചില്ലയോ? എന്റെ കാലെ കയറി കെട്ടിട്ടുണ്ടല്ലോ. ഞാൻ തലകീഴായിട്ട് മാവണത് കെട്ടിയിട്ട് അവൻ ഊട്ടി പോയേക്കുന്നു. രാത്രി ആയപ്പോ ഒരു വവ്വാൽ വന്ന് അതിൽ കയറി അങ്ങ് തൂങ്ങി. എന്നിട്ട് വവ്വാൽ എന്റെ അടുത്ത് ചോദിക്കുക, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഈ മാവിൽ ആദ്യമായിട്ടാണോ? എന്നിട്ട് മാവി തൂങ്ങി കിടന്നോണ്ടേ ചപ്പിയ പേരയ്ക്ക എന്റെ നീര് നീട്ടുവോ വേണോന്ന്. വരും. നീ എപ്പോ വിളിച്ചാലും ഞാൻ വരും. ഈ വവ്വാല് കടിച്ചത് തിന്നു കഴിഞ്ഞാൽ നിപ്പാന്ന് പറഞ്ഞ പനി വരുമെന്ന്. അയ്യോ അമ്മേ, കേറിക്കോ, വണ്ടിയെ കേറിക്കോ. ഞാൻ വരത്തില്ല. ഞാൻ ഈ മനുഷ്യന്റെ കൂടെ പോകത്തുള്ളൂ. വണ്ടിയെ കയറാനാ അവളെ കൊണ്ടുപോകരുത്. നിനക്ക് അവളെ കൊണ്ടുപോകണമെങ്കിൽ എന്നെ നെഞ്ചത്ത് ചവിട്ടിട്ട് നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, പൊടിയും വെച്ചാട്ടാ. അയ്യോ, കൊള്ളാം. എന്തോ പറ്റി? എല്ലാം മനസ്സിലായോ? ഇയാളെ ദേഹത്ത് തന്നെ തന്നെത്താൻ അടിച്ച് ചത്ത് കിടക്കുവാ. പൊടിയും വെച്ചാട്ടാ, പൊടിയും വെച്ചാട്ടോ, പൊടിയും വെച്ചാട്ടാ.